പത്മകുമാറിന്റെ പപ്പായ കൃഷിക്ക് 10-ൽ 10. തിരുവനന്തപുരം നഗരമധ്യത്തിൽ പച്ചിലക്കുടകൾ വിരിച്ച മനോഹരമായ തോട്ടത്തിൽ നിറഞ്ഞു വിളഞ്ഞു നിൽക്കുന്ന കടും പച്ചനിറമുള്ള തുടുത്ത പപ്പായകൾ. വിശാലമായ 1.25 ഏക്കർ തെങ്ങിൻതോപ്പിലെ തരിശായി കിടന്നിരുന്നിടമാണ് ഇന്ന് മധുരമേറും പപ്പായകളാൽ മനം കുളിർക്കുന്ന കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. പൊതുപ്രവർത്തകനും നഗരസഭ മുൻ വാർഡ് കൗൺസിലറുമായിരുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട പപ്പൻ ചേട്ടൻ എന്ന VS പത്മകുമാരനും ഭാര്യ മിനി ടീച്ചർക്കും ഇത് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ദിനങ്ങളാണ്. ഇവിടെ 1 ഏക്കർ 10 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് നിറച്ച് തെങ്ങുകളായിരുന്നു. പക്ഷേ തെങ്ങ് പ്രായമായപ്പോൾ ഞാൻ അതെല്ലാം മുറിച്ച് മാറ്റിയപ്പോൾ 10 തെങ്ങേ ഉള്ളൂ. കൃഷിയിൽ ഞാൻ പച്ചക്കറിയിലാണ് തുടങ്ങിയത്. പച്ചക്കറി കൃഷി ഇവിടെ നന്നായിട്ട് ഞാൻ നടത്തിയിരുന്നു. അതിനുശേഷം കിഴങ്ങ് വിളയിലേക്ക് പോയി. കുറച്ച് നാൾ മരിച്ചീനിയും പിന്നെ ചേനയും നട്ടിരുന്നു. കുറച്ച് വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ചേന ആ കൃഷി എനിക്ക് വലിയ നഷ്ടത്തിൽ കലാശിച്ചു. അതിനുശേഷം ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പപ്പയ എന്ന ആശയം എനിക്ക് തന്നത് എൻ്റെ കൃഷിഭവനാണ്. എൻ്റെ കൃഷിഭവൻ ഉള്ളൂർ കൃഷിഭവനാണ്. അവിടുത്തെ കൃഷി ഓഫീസർ സ്വപ്ന ഞാൻ ഈ 1 ഏക്കർ സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സാറിന് എന്തെങ്കിലും ആശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ റെഡ് ലേഡി പപ്പയ അത് ഹൈബ്രിഡാണ്, എനിക്ക് അതിനാവശ്യമായ തൈകൾ കിട്ടുമെങ്കിൽ അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. കൃഷി എന്നും ഹരമായിരുന്ന പത്മകുമാറിന് വാണിജ്യ രീതിയിൽ കൃഷി ചെയ്യാൻ ഏറെ താൽപ്പര്യമുണ്ടായിരുന്നെങ്കിലും തൊഴിലാളികളുടെ ദൗർലഭ്യം, വർദ്ധിച്ച കൂലിച്ചെലവ്, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെപ്പറ്റി ആശങ്കകളേറെയായിരുന്നു. അതുകൊണ്ടുതന്നെ ഇവയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലെ കൃഷിരീതിയാണ് ഇദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത്. ഉള്ളൂർ കൃഷിഭവന്റെ സഹായത്തോടെ കൃത്യത കൃഷിരീതിയെപ്പറ്റി കൂടുതൽ അറിഞ്ഞ ഇദ്ദേഹം കുറഞ്ഞ സമയത്ത് കൂടുതൽ വിളവും വരുമാനവും നൽകുന്ന പപ്പായ കൃഷി കൃത്യത കൃഷിരീതിയിൽ പരീക്ഷിച്ച് നല്ലൊരു മാതൃകാ കൃഷിയിടം ഒരുക്കിയിരിക്കുന്നു. ഇത് കൃഷിഭവൻ്റെ മേൽനോട്ടത്തിൽ കൃഷിഭവൻ പരിധിയിലുള്ള 1 ഏക്കർ സ്ഥലത്ത് ശ്രീ VS പത്മകുമാർ എന്ന കർഷകൻ്റെ കൃഷിയിടമാണ്. ഇവിടെ കൃത്യത കൃഷി രീതികൾ കൃത്യമായി അവലംബിച്ചുകൊണ്ട് കൃഷിഭവൻ്റെ എല്ലാവിധ സാങ്കേതിക നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നടത്തിയ റെഡ് ലേഡി എന്ന പപ്പായയുടെ കൃഷിത്തോട്ടമാണിത്. ശരിക്കും നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ ഇവിടെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വർദ്ധിച്ചു വരുന്ന ജോലിക്കൂലി, കർഷക തൊഴിലാളികളുടെ ദൗർലഭ്യം, അതുകൂടാതെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഇവയൊക്കെ ഒരു പരിധി വരെ മറികടന്നുകൊണ്ട് കർഷകനെ സഹായിക്കുകയും ഒപ്പം പുത്തൻ തലമുറ കർഷകരെ, അതായത് യുവ കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കുക, കർഷകൻ്റെ ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് കർഷകൻ്റെ വരുമാനം ഇരട്ടിയാക്കുക എന്നീ ആശയങ്ങളാണ് ഞങ്ങൾ ഇതിലൂടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇവിടെ ഈ കൃത്യത കൃഷി രീതിയിലൂടെ ഫെർട്ടിഗേഷൻ വഴി കണികാ ജലസേചനം, അതായത് അതുവഴി ഞങ്ങൾക്കിവിടെ തുള്ളിനനയും പിന്നെ ജലലയ വളങ്ങളൊക്കെ കൃത്യമായ അളവിൽ തന്നെ തോട്ടത്തിലേക്ക് സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഏകദേശം 7 മാസമായപ്പോഴേക്കും വിളവെടുക്കുന്ന രീതിയിലേക്ക് തോട്ടത്തെ എത്തിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ വിപണിയിൽ അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് 50 രൂപ മുതൽ 70 രൂപ വരെ ഡിമാൻഡുണ്ട് പപ്പായക്കായ്ക്ക്. ഇത് ധാരാളം കർഷകർ, കൃഷിഭവൻ്റെ പരിധിയിലുള്ള കർഷകർ ഈ ഒരു കൃഷിയെപ്പറ്റി അന്വേഷിച്ചു വരികയും കൂടുതൽ പേർക്ക് കൃഷിയിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കാനും ഞങ്ങൾക്ക് ഈ മാതൃകാ കൃഷിയിടത്തിലൂടെ സാധിച്ചു. നിലമൊരുക്കലും വളപ്രയോഗവും കീടരോഗ നിയന്ത്രണവുമൊക്കെ കൃത്യമായി നടത്തി കൃഷിയിടം പരിപാലിച്ചാൽ മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. കൃത്യത കൃഷിയിൽ 50 സെന്റിമീറ്റർ ആഴത്തിൽ നന്നായി ഉഴുതു പരുവപ്പെടുത്തിയതിനു ശേഷം 30 സെന്റിമീറ്റർ പൊക്കത്തിലും 3 മീറ്റർ വീതിയിലുമുള്ള ബെഡുകളാണ് എടുക്കുന്നത്. ബെഡുകൾ തമ്മിൽ 1 മീറ്റർ അകലം നൽകണം. ട്രിപ്പ് ലൈനുകൾ സ്ഥാപിച്ച് തയ്യാറാക്കിയ ബെഡുകളിൽ 2 മീറ്റർ അകലത്തിൽ
45 ദിവസം പ്രായമായ തൈകൾ നടാം. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി പപ്പായ ഇനങ്ങളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ചില നഴ്സറികളിലൊക്കെ കോൺടാക്ട് ചെയ്ത് തൈക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി. കാരണം തൈ കൂടുതൽ വേണമല്ലോ, 10, 700, 800, 1000 തൈയെങ്കിലും വേണം. പക്ഷേ അത് മൊത്തത്തിൽ നടന്നില്ല. അതിനുശേഷം ഞാൻ അഗ്രികൾച്ചറൽ കോളേജിലൊരു പ്രൊഫസറെ കണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് 20 ഗ്രാം വിത്ത്, ഈ റെഡ് ലേഡി പപ്പയുടെ വിത്ത് സംഘടിപ്പിച്ച് തന്നു. വളരെ കോസ്റ്റ്ലി ആണത്. 20 ഗ്രാം വിത്തിന് ഏതാണ്ട് 9,200 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റെ വീടിനടുത്ത് ഒരു IT എഞ്ചിനീയറായ അദ്ദേഹത്തിൻ്റെ ഒരു പോളി ഹൗസ് ഉണ്ട്. അദ്ദേഹം പുറത്ത് പോയതുകൊണ്ട് ആ പോളി ഹൗസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് കേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പോളി ഹൗസൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഈ ഉള്ളൂർ കൃഷിഭവൻ്റെ തന്നെ കൃഷി ഓഫീസർ സ്വപ്നയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാർഷിക കർമ്മസേനയെ കൊണ്ട് ഈ വിത്ത് മുഴുവൻ അവിടെ തന്നെ ഞാൻ മുളപ്പിച്ചെടുത്തു. എൻ്റെയും കൂടി മേൽനോട്ടത്തിൽ ഞാനും കൂടി നിന്ന് തന്നെ മുളപ്പിച്ചെടുത്തു. നന്നായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് ആണ് മുളപ്പിച്ചെടുത്തത്. അതുകൊണ്ട് നല്ല തൈ എനിക്ക് കിട്ടി. പക്ഷേ ആ തൈ ഞാനിവിടെ കൊണ്ട് നടുമ്പോൾ കടുത്ത വേനലായിരുന്നു. ഞാൻ ഈ തുള്ളിനന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റ് പോകുമ്പോൾ എൻ്റെ കിണർ വറ്റിപ്പോയി. ഇത്രയും ചെടിക്കുള്ള വെള്ളം ലഭിച്ചിരുന്നില്ല. ടൈമർ വെച്ച് 3 നേരം വെള്ളം അടിച്ചെങ്കിലും എനിക്കൊരു 10-40 തൈകൾ കരിഞ്ഞുപോയി. അത് ഉണക്കിൽ തന്നെ കരിഞ്ഞുപോയി. ബാക്കി തൈകളെല്ലാം ശരിക്കും പുഷ്ടിപ്പെട്ട് വന്നു. ഇപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കനാലിൽ നിന്ന് ഞാനൊരു അഡീഷണൽ മോട്ടോറും കൂടെ വെച്ച് പിന്നെ വെള്ളം അടിച്ചു തുടങ്ങി. നല്ല വേനലായതുകൊണ്ട് തന്നെ അധികം രാസവളം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ചെടികൾക്ക് അല്പം ആരോഗ്യക്കുറവുണ്ടായി. പക്ഷേ എന്നാലും എനിക്ക് സന്തോഷം തരുന്ന തരത്തിൽ ആ ചെടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികൾക്ക് ഈ മൊസൈക്കിൻ്റെ ലക്ഷണം കുറച്ച് കണ്ടു. ഞാൻ കൃഷി ഓഫീസറെ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വേറെ വൈറലാണ്, മറ്റ് പ്രതിവിധികളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അത് പുഴുത് കളയുന്നതാണ് നല്ലത് സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 30 ചെടികളും പുഴുത് കളഞ്ഞ് പിന്നെ വേപ്പെണ്ണ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്തു. പിന്നെ എനിക്ക് മൊസൈക്ക് രോഗത്തിൻ്റെ ഒരു ശല്യം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ചെടികളിൽ ചെറുതായിട്ട് അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനാവശ്യമായുള്ള പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. പപ്പായ കൃഷിയിൽ മൾച്ച് ഷീറ്റ് നിർബന്ധമല്ലെങ്കിലും കളകളെ നിയന്ത്രിക്കാൻ മൾച്ച് ഷീറ്റ് ഉപയോഗിക്കാം. കൃത്യതാ കൃഷിയിൽ കൃത്യസമയത്ത് കൃത്യ അളവിൽ ചെടികൾക്ക് വളവും വെള്ളവും ലഭിക്കുന്നു. ബെഡ് ഒരുക്കുന്ന സമയത്ത് തന്നെ ജൈവവളവും ഫോസ്ഫറസ് വളവും അടിവളമായി നൽകാം. കൃത്യതാ കൃഷിയിൽ ജലസേചനത്തിലൂടെ വളം നൽകുമ്പോൾ നൈട്രജൻ, പൊട്ടാഷ് വളങ്ങൾ നട്ട് 1-ാം മാസം മുതൽ 2-ാം മാസം വരെ ആഴ്ചയിൽ ഒരിക്കൽ നൽകണം. അതുപോലെ ബൊറാക്സ്, സിങ്ക് സൾഫേറ്റ്, കാൽസ്യം നൈട്രേറ്റ് എന്നിവ 4-ാം മാസവും 7-ാം മാസവും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഓരോന്നും 3 ദിവസത്തെ ഇടവേളയിൽ ഇലകളിൽ തളിച്ചുകൊടുക്കാം. കുറഞ്ഞ കാലയളവിൽ മികച്ച ആദായം നൽകുന്ന പപ്പായ നട്ട് 3 മുതൽ 5 മാസത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. 2 മുതൽ 3 വർഷം വരെ വിളവ് ലഭിക്കുന്ന ഒരു പപ്പായ മരത്തിൽ നിന്ന് 25 മുതൽ 30 കായ്കൾ ലഭിക്കും. കൃഷിഭവൻ്റെ സഹായം എനിക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കാർഷിക കർമ്മസേനയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല തുക എനിക്ക് ചിലവായിട്ടുണ്ട്. ഏതാണ്ടൊരു എല്ലാം കൂടി മച്ചിങ് നന്നായിട്ട് ഇട്ടിരുന്നു. ഈ മഴയത്താണ് കുറച്ച് നശിച്ചു പോയത്. എന്നാലും ഞാൻ അഡീഷണൽ മച്ചിങ് ഷീറ്റ് വീണ്ടും ഇടാൻ വേണ്ടി പോകണം. കള ഇല്ലാതിരിക്കാൻ, ഈ ചുവട്ടിൽ കളയില്ലാതിരിക്കാൻ മച്ചിങ് ഷീറ്റ് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാനിത് പണ കോരിയിട്ട് കുഴിയെടുത്താണ് നട്ടിട്ടുള്ളത്. പണ കോരി കുഴിയെടുത്ത് ആദ്യം കുഴിയിൽ ഉള്ളൂർ കൃഷിഭവൻ പറഞ്ഞ രൂപത്തിൽ തന്നെ കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സമ്പുഷ്ടീകരിച്ച ഒരു 6-7 കിലോ അടിവളം, അത് വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് കോഴിവളവുണ്ട്, ഇതെല്ലാം കൂടെ കഴിച്ച് സമ്പുഷ്ടീകരിച്ച് ഒരു ചുവട്ടിൽ ഒരു 7 മുതൽ 8 കിലോ വരെ, ആവറേജ് ഒരു 7 കിലോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവളം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളിദാന സംവിധാനം എല്ലാ ചെടികൾക്കുമുണ്ട്. എല്ലാ ചെടികൾക്കും ചുവട്ടിലും മച്ചിങ് ഷീറ്റും ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 2,90,000 രൂപ ചിലവ് ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള കളവറിയെല്ലാം കുറച്ച് ജോലിക്കാരെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, എൻ്റെ വൈഫ് ഒരു റിട്ടയർഡ് ടീച്ചറാണ്, മോഡൽ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്. അവരുടെ നല്ല സഹായമുണ്ട്. അവർ ഏതാണ്ട് ഞാനില്ലാത്ത സമയങ്ങളിലൊക്കെ അവർ വന്ന് ഈ കാര്യങ്ങൾ 1 മണിക്കൂറെങ്കിലും നോക്കും. ഞാനും ഒരു ഫാർമർ എന്നുള്ള നിലയിൽ
എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഇതിൻ്റെ ചുവട് ശ്രദ്ധിക്കാനും ഇലകൾ ശ്രദ്ധിക്കാനും കളകളൊക്കെ പറിക്കാനും വേണ്ടി സമയം നീക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 10-20 ടണ്ണെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ലഭിക്കും, ഒരു ആദായം ലഭിക്കുമെന്നാണ്. ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും എനിക്ക് പപ്പയെ വിറ്റിൽ വരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് കൃഷിയിൽ ഒന്ന് മനസ്സിന് വലിയ സംതൃപ്തിയാണ്, 2 കുറച്ച് ആദായകരവുമാണ്. കൃഷി പൊതുവിൽ ആദായകരമല്ലെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഇത് ആദായകരമെന്ന് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് ഞാൻ വിപണനം ആദ്യം ഈ തൈ നട്ടപ്പോൾ തന്നെ വിപണനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഈ തിരുവനന്തപുരത്ത് 2 ഹോൾസെയിൽ ഡീലേഴ്സ് എത്രയുണ്ടെങ്കിലും എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിലയെ തരുള്ളൂ, വളരെ ചെറിയ വിലയെ തരുള്ളൂ. ഇത് ജൈവ പച്ചക്കറി ആയതുകൊണ്ടും അപ്പോൾ ഞാൻ കുറച്ചുകൂടി വില വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അവരങ്ങനെ അത് തരാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ ജൈവ പച്ചക്കറി കടകളുണ്ട്, 7-8 കടകളുണ്ട്. ആ കടകളിലെല്ലാം ഞാൻ കുറേശ്ശെ ഒരു 15 കിലോ 20 കിലോ 25 കിലോ വെച്ച് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൂടാതെ ഈ ഹൈപ്പർ മാർക്കറ്റുകൾ, ഒരു ചെയിനായിട്ടുള്ള കുന്നിൽ പോലുള്ള ചെയിൻ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെയും അവരെടുക്കാമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ കുറച്ച് ലോക്കൽ സെയിൽസും ഉണ്ട്. പിന്നെ 2 കൃഷിഭവനുകളിൽ ഓരോ മാർക്കറ്റുണ്ട്. എൻ്റെ കൃഷിഭവനിൽ ഒരു മാർക്കറ്റുണ്ട്, ഒരു ജൈവ പച്ചക്കറി ചന്തയുണ്ട്. അവിടെ എല്ലാ ദിവസവും ഒരു 10-20 കിലോ അവിടെയും പോകും. പിന്നെ കുടപ്പന കുന്നിലും ഞാൻ കുറച്ച് കൊടുക്കും. ഇപ്പോൾ എനിക്ക് വിപണനത്തിന് വലിയ വിഷയം ഉണ്ടായിട്ടില്ല. ഭാവിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ 40 രൂപ വെച്ചാണ് കൊടുക്കും, 1 കിലോയ്ക്ക് 40 രൂപ വെച്ചാണ് കൊടുക്കും. മാർക്കറ്റിൽ അത് 80 രൂപ 90 രൂപയുണ്ട്. ഇപ്പോൾ മഴയായിട്ട് പോലും ഉണ്ട്. എനിക്ക് 40 രൂപ കിട്ടും. 40 രൂപ കിട്ടിയാലും എനിക്ക് ഒരു അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നിന്ന് പോകാൻ വേണ്ടി പറ്റും. ചില ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ രാസവളം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ പൊതുവിൽ എൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കുറവാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. ഇത് ഒരു വട്ടം കഴിച്ചാൽ പിന്നെ ഇത് തന്നെ കഴിക്കും. ഞാൻ കൊടുക്കുന്ന ജൈവ മാർക്കറ്റിലെല്ലാം തീർന്നുടൻ അപ്പം എന്നെ വിളിക്കും, സാറേ വേറെ എവിടെ നിന്ന് വാങ്ങാൻ ഞങ്ങൾ പോകുന്നില്ല, കൊണ്ടുവരാൻ പറ്റും. എനിക്കൊരു ഏതാണ്ട് 1 കിലോ മുതൽ 2.5 കിലോ വരെ. ഏറ്റവും വലിയ പപ്പയ്ക്ക് 2 കിലോ 750 ഗ്രാമാണ് ഏറ്റവും വലിയ പപ്പയ്ക്ക്. എന്തായാലും ഒരു ആവറേജ് 1 കിലോ കിട്ടും, 1-1.5 കിലോ ഒക്കെ കിട്ടും. അത് മതി, കാരണം നല്ല നമ്പറുണ്ട്, ഒരു ചെടിയിൽ നല്ല നമ്പർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഈ രാസവളം പ്രയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ സംതൃപ്തിയാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ നമ്മളെ പപ്പയുടെ ടേസ്റ്റ് അല്ല. നമ്മളൊന്ന് കഴിച്ചു നോക്കിയാൽ അത് വീണ്ടും കഴിക്കാനുള്ളൊരു ഒരു പ്രേരണ വരും. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഒരു വട്ടവും കൂടി ഈ റെഡ് ലേഡി തന്നെ ഒരു പ്രാവശ്യവും, കാരണം ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വല്ലാത്തൊരു പച്ചപ്പാണ്. ഇതിൻ്റെ പുറമേ നമ്മളിതിൻ്റെ മതിലിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. അത് സത്യത്തിൽ മനസ്സിന് വലിയ കുളിർമയാണ്. അതുകൊണ്ട് തന്നെ ഒരു വട്ടവും കൂടി റെഡ് ലേഡി നടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് ഈ നമ്മുടെ ഇതുണ്ടല്ലോ തണ്ണിമത്തൻ, ഹൈബ്രിഡ് തണ്ണിമത്തൻ, ഇതിനിടയ്ക്ക് ഈ ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ഓരോ ചെടിയിലും മുട്ടിലും ഈ തുള്ളി തന്നെ ഉള്ളതുകൊണ്ട് വെള്ളം കോരേണ്ട കാര്യമില്ലല്ലോ. തണ്ണിമത്തനും കൂടി ഒന്ന് ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് കൃഷി ഓഫീസറോട് ചോദിക്കണം. പക്ഷെ അവർ പറയുന്നത് മറ്റേതെങ്കിലും വിളകളൂടെ കൊണ്ടുവന്നാൽ അത് പൊതുവിൽ നമ്മുടെ രോഗാതുരമായി പോകും. ഈ വൈറൽ ഡിസീസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ആലോചിച്ച് ചെയ്യാമെന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ തണ്ണിമത്തനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇല്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം 10 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. കൊച്ചിയിലെ കൃഷിയിൽ എനിക്കൊരു താല്പര്യമുണ്ട്. ഞാൻ പൊതുവിൽ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അച്ഛൻ്റെ കൂടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് അറിയാം. അതെനിക്കൊരു വലിയ അനുഭവമാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു 10-20 കൊല്ലം ഫുൾ ടൈം പൊതുപ്രവർത്തകനായപ്പോൾ അല്പം ശ്രദ്ധക്കുറവും എനിക്കിൽ നിന്ന് മാറിയിരിക്കുന്നു. പക്ഷേ വീണ്ടും ഞാൻ ഇതിലേക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടുകാരുടെ വലിയ ഹെൽപ്പുണ്ട്. സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. ഒരു ഷായുണ്ട്, ഒരു ശ്രീകുമാറുണ്ട്, പിന്നെ ഒരു ബൈജു ഉണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരുടെ നല്ല സഹായം ഞാനില്ലെങ്കിലും, കാരണം ഞാൻ ഈ പൊതുരംഗത്തോടെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ആയിപ്പോയാലും നോക്കും. പിന്നെ എൻ്റെ വൈഫിന് കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു താല്പര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ 2 നേരമെങ്കിലും ഇവിടെ വന്ന് നോക്കി കളയെല്ലാം പറിച്ച് വാടി നിൽക്കുന്ന ഇലയെല്ലാം മാറ്റിയിട്ട് പോകാറുണ്ട്. ഇതെല്ലാം പൊതുവിൽ എന്നെ കൃഷി രീതി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരാഗ്രഹം, എൻ്റെ 2 മക്കളുണ്ട്. അവരൊന്നും ഈ കൃഷിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരെല്ലാം കൂടി ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ ഇടാനുള്ളതല്ലല്ലോ. ഭൂമി കൈമാറ്റം ചെയ്യാനുള്ളതല്ല, അത് വിലയ്ക്ക് വിറ്റ് കളയാനുള്ളതുമല്ല. ഈ ഭൂമി തലമുറയായിട്ട് കൈമാറി കുടുംബാംഗങ്ങളെ മുഴുവൻ കൃഷിപാഠം പഠിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പിള്ളേരൊന്നും അങ്ങനെ
വരുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അവരെ പടിപടിയായിട്ട് എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. അത് കുറച്ച് ഭൂമിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. നല്ല രുചിയും നിറവും ഗുണനിലവാരവുമേറെയുള്ള ഈ പപ്പായകൾക്ക് വിപണിയിൽ ആവശ്യക്കാരേറെയാണ്. പത്മകുമാറിന്റെ പപ്പായ കൃഷിക്ക് എല്ലാവിധ പിന്തുണയുമായി ഭാര്യ മിനി ടീച്ചറും കൂട്ടുകാരും നാട്ടുകാരുമൊക്കെയുണ്ട്. മനോഹരമായ ഈ കൃത്യത പപ്പായ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം കഴക്കൂട്ടം നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് വി മുരളീധരന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി നിർവഹിച്ചു. നഗരസഭാ അംഗങ്ങൾ, കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് വിളവെടുപ്പ് ആഘോഷമാക്കി. നമ്മളൊക്കെ കടയിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോൾ 1 കിലോ പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അമ്മയെയും അച്ഛനെയും ഒക്കെ അവർക്ക് ഒരു ചെറിയ അംശം കീടനാശിനിയും കൂടി കൊടുക്കുന്നവരാണ് നമ്മൾ. അതിന് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയരാണ്. പരിഹരിക്കാനുള്ള ഏക മാർഗം സ്വന്തം ഇടത്തിൽ, അതൊരു പക്ഷേ 1 സെൻറ്റോ 2 സെൻറ്റോ ഭൂമിയായിരിക്കും, അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിരിക്കും, വീടിൻ്റെ മട്ടുപ്പാവായിരിക്കും. എവിടെയാണോ അതിനാവശ്യമായിട്ടുള്ള കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മാർഗം. ആ മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ മീറ്റിംഗ് ഞങ്ങൾ ചേർന്നിരുന്നു. കൂടുതൽ ആകർഷണീയമാക്കാനുള്ള നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. പത്മകുമാറിൻ്റെ ഈ കൃഷിയിടം നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. 1 കിലോ പപ്പായയ്ക്ക് പത്മകുമാർ എന്നോട് പറഞ്ഞു 40 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു. 40 മുതൽ സാധാരണഗതിയിൽ ഒരു പപ്പായ എന്ന് പറയുമ്പോൾ 2 കിലോയോ 3 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വിളവ് കിട്ടും. നല്ല ആദായകരമായിട്ടുള്ള കൃഷിയാണ്. അപ്പോൾ കൃഷിരീതിയെ ആദായകരമാക്കി നിലനിർത്തുക എന്നുള്ള വലിയ കഠിനാധ്വാനമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത്. ശാസ്ത്രീയമായി കൃത്യതാ കൃഷിയിലൂടെ ഒരുക്കിയ ഈ മാതൃകാ പപ്പായ കൃഷിത്തോട്ടം കൂടുതൽ ആളുകളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് ഏറെ പ്രചോദനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് VS പത്മകുമാർ 9446417191